അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കെയാണ് LDF കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഇദ്ദേഹം UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, എന്താണ് ഏറ്റവും പുതിയ വിവരം? കൗൺസിലറെ കാണാതായതുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷനടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ പരാതി പറയാൻ എത്തുമ്പോൾ പോലീസ് അവരെ അനുകൂലിക്കുന്നല്ലോ, അപ്പം പരാതി പറയാൻ അകത്തേക്ക് കയറ്റുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൻ്റെ പേരിൽ വീണ്ടും ഇപ്പോൾ കുത്താട്ടുകുളം പോലീസ് സ്റ്റേഷനുള്ളിൽ ഒരു തർക്കം ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, ജില്ലാ നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ അല്പസമയം മുമ്പ് കൗൺസിലറുടെ മകൾ മുഖ്യമന്ത്രിക്കും DGPക്കും വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. രാവിലെ മുതൽ കാണാനില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഇപ്പോൾ ഈ മുഹമ്മദ് ഷിയാസ് ഇദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലെ ഡ്രൈവർ അല്ല, ഒരു SFI ഗുണ്ടാ നേതാവാണ് വണ്ടി ഓടിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഗുണ്ടകളെ ഇതുപോലെ പട്ടാപ്പകലല്ലേ നിങ്ങൾ സംരക്ഷിക്കണം? പിന്നെ ഇവരൊക്കെ എവിടെയാണ് ഇവര് ജയിച്ചു? നിലവിൽ ഈ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും അതിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കോൺഗ്രസ് നേതാക്കൾ ഒരു ചർച്ച നടത്തുന്നത്. എന്തായാലും ആ ചർച്ചയിൽ പോലീസ് സഹകരിക്കുന്നില്ല എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് വീണ്ടും ഒരു തർക്കത്തിലേക്കും പോലീസുമായുള്ള ഒരു വാഗ്വാദത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെ ഈ കൗൺസിലർ എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊരു തീരുമാനവും കിട്ടിയിട്ടില്ല. എന്തായാലും ആ തർക്കം ഇപ്പോഴും തുടരുകയാണ്. അത് നിലവിൽ വലിയ പോലീസ് സന്നാഹം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് എത്തിയിട്ടുമുണ്ട്. ആ തർക്കം ഇപ്പോൾ ഒരു പരിഹാരമില്ലാതെ തുടർന്ന സാഹചര്യമാണ് ക്രിസ്റ്റിന നിലവിലുള്ളത്. എന്തായാലും പ്രായമുള്ള ഒരു കൗൺസിലറാണ്. അവിടെ ആരോഗ്യാവസ്ഥ സഹിതമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു തീരുമാനമില്ലാതെ പോലീസ് നിൽക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് UDFിന്റെ നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ വലിയ സംഘർഷത്തിലേക്ക് വീണ്ടും പോകാനുള്ള സാഹചര്യമൊക്കെ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ, ഈ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ മൊബൈൽ ദൃശ്യങ്ങൾ അവർ ഈ പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതാരാണ് എന്നുള്ളത്, SFIയുടെ ഒരു നേതാവാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് അവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളെ പിടികൂടാനോ, അത് ഈ ചെയർപേഴ്സൻ്റെ വാഹനമാണ് എന്നവർ തുടക്കം മുതൽ പറയുന്നുണ്ട്. പക്ഷേ ചെയർപേഴ്സൻ്റെ യഥാർത്ഥ ഡ്രൈവറല്ല ആ വാഹനം ഓടിച്ചിരുന്നത്, മറ്റൊരാളാണ് എന്നും ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ വാഹനം ഓടിച്ചത് SFIയുടെ നേതാവാണ് എന്നാണ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് ആരോപിക്കുന്നത്. പക്ഷേ അയാളെ ചൂണ്ടിക്കാണിച്ചിട്ടും പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണം തുടർന്ന് വലിയ തർക്കത്തിലേക്ക് ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വീണ്ടും കടക്കുന്ന സാഹചര്യമാണ്. ഒരു ഒത്തുതീർപ്പ് ചർച്ച അല്ലെങ്കിൽ ഈ കൗൺസിലറെ കാണാതായ സംഭവത്തിൽ ഒരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുകയാണ്. പോലീസ് നിഷേധാത്മക മറുപടിയാണ് ഇപ്പോഴും നൽകുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇവർ ദൃശ്യങ്ങളിൽ ആളെ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് അതിലൊരു കൃത്യമായ ഒരു മറുപടി, ഇയാളെ പിടികൂടാം എന്ന് പോലും പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മുഹമ്മദ് ഷിയാസും അബിൻ വർക്കിയാണ് ഇപ്പോൾ ഈ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നിഷേധാത്മക മറുപടി ലഭിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അബിൻ വർക്കി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെയും ആളുകളുണ്ട്. പോലീസിന് ഇതിനകത്തേക്ക് കയറാൻ അല്ലെങ്കിൽ ഒരു പ്രതിരോധം